ജ്ഞാനപ്രേമി എന്നുള്ള രീതിയിലുമൊക്കെ ഇത്തരം ഒരു ചടങ്ങിന്റെ ഭാഗമായിട്ട് എത്തിച്ചേരാൻ സാധിച്ചതിൽ പക്ഷെ സുദീർഘമായിട്ടുള്ള ഒരു പ്രസംഗത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല. അതിനുള്ള ഒരു അവസരമല്ല, വേദിയല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം വേദിയിലേക്ക് ഏത് വശത്തേക്ക് തിരിഞ്ഞു നോക്കിയാലും കഴിവുകൾ കൊണ്ടും അറിവുകൾ കൊണ്ടും എല്ലാം എന്നേക്കാൾ മുന്നിൽ നിൽക്കുന്ന ആളുകളാണ് ഉള്ളത്. അപ്പൊ അവരുടെ മുമ്പിൽ വെച്ച് സദസ്സിനെ അഭിസംബോധന ചെയ്ത് ഒരുപാട് സുദീർഘമായിട്ട് സംസാരിക്കുന്നതിനുള്ള അഭംഗി ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. എങ്കിലും എല്ലാവരും സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു നാട്ടിലേക്ക് എത്തിയപ്പോൾ ഏറ്റവും അതിശയിപ്പിച്ചത് ഒന്നായി ഈ ജനസാഗരം മുന്നിലേക്ക് എത്തി എന്നുള്ളൊരു കാഴ്ച തന്നെയാണ്. അത് ഒരു തരത്തിൽ അത്ഭുതമായി എന്നുള്ളത് നമ്മൾ സങ്കടത്തോടെ തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരു കേരളത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഇത്തരം ഒരു കാഴ്ച കാണുന്നത് എടുത്തു പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങിയിരിക്കുന്നു എന്നുള്ളത് വിഷമത്തോടെ മനസ്സിലാക്കുകയും എന്നാൽ ഈ ഒരു കാഴ്ച കാണാൻ സാധിച്ചതിലുള്ള സന്തോഷവും ഞാൻ പങ്കുവെക്കുകയാണ്. തീർച്ചയായിട്ടും അതിനൊരു അർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾ മൂല്യം കൂടുതലുള്ളവരാണ് എന്ന് തന്നെയാണ്. ഈ ഒരു ഒരുമയാണ് നമ്മളെ മുമ്പോട്ട് നയിക്കുന്ന ഒരു ഊർജ്ജമെന്ന് ഞാൻ കരുതുകയാണ്. ഇപ്പം എല്ലാവരും സൂചിപ്പിച്ച പോലെ തന്നെ മതം എന്ന് പറയുന്നത് മതമാവാതെ മിതമായി നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒപ്പം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ തീർച്ചയായിട്ടും ഈശ്വര വിശ്വാസമുള്ള ഒരാളാണ്. പക്ഷെ മതം എന്നുള്ളതല്ല ജീവിതത്തിന് എല്ലാം എന്ന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ മാറുന്ന സാഹചര്യങ്ങളിൽ മതം നമ്മുടെ ഒരു മുമ്പോട്ട് നയിക്കുന്ന ജീവിതത്തിൽ നയിക്കുന്ന ഒരു ഫ്യൂവലായി കൂടെ ഉണ്ടാവട്ടെ എന്നും നമ്മുടെ ജീവശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ അവനവന്റെ വ്യക്തിത്വ വികാസവും ഉന്നമനവും തന്നെ ആയിരിക്കട്ടെ, അതായിരിക്കട്ടെ ഏറ്റവും വലിയ പ്രയോറിറ്റി എന്നും ഒപ്പം നമ്മൾ നന്നാവുകയും നമ്മുടെ കൂടെയുള്ളവർ നന്നാവുകയും നമ്മുടെ നാട് നന്നാവുകയും കൂടി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സുകൂടെ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കട്ടെ എന്നും ഞാൻ ഈ ഒരു അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. ഒരുപക്ഷെ വികലമായ ഫേസ്ബുക്ക് കമന്റുകൾ വായിച്ച് ഫോണുകളിൽ സ്ക്രോൾ ചെയ്ത് നിങ്ങൾക്ക് വീട്ടിൽ ചിലവഴിക്കാമായിരുന്ന ഒരു സായാഹ്നം ഒരു സാംസ്കാരിക ചടങ്ങിന്റെ ഭാഗമായിട്ട് ഒരു സദസ്സിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾ മനസ്സ് കാണിച്ചുവെങ്കിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിൽ നന്മയിലേക്കുള്ള ഒരു എത്തിനോട്ടമുണ്ട്, മാറ്റത്തിലേക്കുള്ള വികസനത്തിലേക്കുള്ള ഒരു പ്രതീക്ഷയുണ്ട്, ഒത്തുചേരണം എന്നുള്ള ആഗ്രഹമുണ്ട്. അത് മാത്രം മതി, ബാക്കിയെല്ലാം നമ്മുടെ വഴിയെ വന്നു ചേരും. ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് മുമ്പിൽ നിന്ന് നയിക്കാൻ ഒരു നേതാവ്, ഒരു വഴികാട്ടി ഉണ്ടാവുക എന്നാണ്. ആ ഒരു സാന്നിധ്യമാണ് മനോജ് സാറിന്റെ ഒരു സാന്നിധ്യത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു വഴികാട്ടി മുന്നിലുണ്ട്, അവസരങ്ങൾ മുന്നിലുണ്ട്. ലഹരിയാണ് അദ്ദേഹത്തിന്റെ വികസനം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ലഹരി എന്ന് പറയുന്നത് ആശയങ്ങളാണ്. വേറെന്ത് വേണം നമുക്ക്? അത്തരം ഒരാൾ മുന്നിൽ നിന്ന് നയിക്കാനുണ്ടെങ്കിൽ നല്ല മനസ്സോടുകൂടി ഒന്നായി നിന്ന് നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാം. അതിന് ഏവർക്കും സാധിക്കട്ടെ എന്നുള്ള ആഗ്രഹം മാത്രമാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ സന്തോഷമുള്ളൊരു കാഴ്ച തന്നെയാണ് ഇത്തരം ഒരു ചടങ്ങ് ഈ ഒരു അവസ്ഥയിലൊക്കെ കാണാൻ സാധിക്കുക എന്ന് പറയുന്നത്. അപ്പം അത്തരം വികസനങ്ങളിലൂടെ, മാറ്റങ്ങളിലൂടെ, കൂടുതൽ തൊഴിലവസരങ്ങളിലൂടെ